രണ്ട് തെറി വിളിക്കാനും എനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടവരെ നോക്കി 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 ഞങ്ങൾ അങ്ങോട്ട് മാറ്റും. എന്തിനു കഴിവും പ്രാപ്തിയും ഇല്ലാത്തവനെ പിടിച്ച് ഭാരവാഹിയാക്കണം. നിങ്ങളെ ജില്ലാ പ്രസിഡന്റുമാര് ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ മറ്റ് തിരക്കിന്റെ മുൻപിൽ ഇവിടെ വന്ന് കാണാനും നിങ്ങളോട് സംസാരിക്കാനും രണ്ട് തെറി വിളിക്കാനും എനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. നമ്മൾ എവിടെയാ ഇവിടെ? നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് എവിടെയാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസിയിൽ 5 MLA-മാർക്ക് ജന്മം കൊടുത്ത ഒരു ജില്ലയിൽ ഒരു നക്കിപ്പൂച്ച ഇല്ല എന്ന് പറഞ്ഞാൽ എവിടെ പോയി പാർട്ടി? എന്തു പറ്റി നമ്മുടെ പാർട്ടിക്ക്? അതിന് പരിഹാരം ഉണ്ടാക്കിയോ? പരിഹാരം വന്നോ? ഡെവലപ്മെന്റ്സ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ദേ ഇരിക്കുന്ന ഈ പ്രമുഖ നേതാക്കന്മാരെ ഞാൻ ഏൽപ്പിക്കുന്നു. ഈ 5 സീറ്റ് തിരികെ പിടിച്ച് അടുത്ത തവണ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാവൂ. ഇല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറ്റേണ്ടവരെ നോക്കി 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 ഞങ്ങൾ അങ്ങോട്ട് മാറ്റും. ഈ നാടിൽ ഈ മണ്ണും കോൺഗ്രസിന്റെ മണ്ണാണ്. മതേതരത്വം ഈ മണ്ണിന്റെ ഒരു ആത്മാവാണ്. അത്തരം ഒരു ജില്ലയിൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് 5 സീറ്റ് സംഘടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാസ്ഥയും നമ്മുടെ കഴിവുകേടുമെന്നല്ലാതെ നമുക്കിത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുകയാണ്. ഐ ഹാവ് ടു ഗെറ്റ് ദ റിസൾട്ട്. 5 അസംബ്ലി സീറ്റ് വിജയിപ്പിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു കരാറാണ്. അതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ അതിന്റെ തോതനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ആ റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് എന്താണ്, എത്രമാത്രം വോട്ട് ഇവിടെ കിട്ടുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, ബഹുമാനത്തോടുകൂടി, അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട നേതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരുടെയും മുഖം നോക്കാതെ, പ്രവർത്തിക്കാത്ത പ്രവർത്തകനെ മണ്ഡലം പ്രസിഡന്റ് ഒന്നും ആക്കണ്ട, നിങ്ങൾ ബൂത്ത് പ്രസിഡന്റ് ആക്കണ്ട, നിങ്ങൾ ബ്ലോക്ക് ഭാരവാഹിയാക്കണ്ട. എന്തിനു കഴിവും പ്രാപ്തിയും ഇല്ലാത്തവനെ പിടിച്ച് ഭാരവാഹിയാക്കണം. എന്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പും പേരും പറഞ്ഞിങ്ങോട്ട് വന്നാൽ ഞാൻ സംസാരിക്കുകയല്ല ചെയ്യുക, നാക്കൊണ്ട് സംസാരിക്കുകയല്ല ചെയ്യുക എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തന രംഗത്ത്, ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിന്റെയും രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ നമുക്കുണ്ട്. അവരെ നമ്മൾ യഥാവിധി നമ്മളത് ഉപയോഗപ്പെടുത്തിയാൽ ഒരു സംശയവും എനിക്കില്ല, ഈ ജില്ല തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു.